നേതൃത്വത്തിൽ നടന്ന വികസിത കൃഷി സങ്കല്പ അഭിയാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം നടത്തിയ സെമിനാർ എന്തുകൊണ്ടും ഇവിടുത്തെ കർഷകർക്ക് വളരെ പുതിയ ഒരു അറിവ് നൽകുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. വളരെയധികം പുതിയ അറിവുകൾ, നമ്മൾ പഠിക്കാത്ത അറിവുകൾ നമ്മളുടെ മനസ്സിലാക്കുവാനും അത് നമ്മുടെ കൃഷിയിടത്തിൽ പ്രാക്ടിക്കൽ ആക്കുവാനും നമുക്ക് സാധിക്കും. തുടർന്ന് നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദഗ്ധർ വന്ന് പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാനുള്ള ഒരു ഫീഡ്ബാക്ക് തുടർ പരിപാടികൾ കൂടി നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഇപ്പോഴത്തെ കേരളത്തിൽ ഇവിടെ 60 അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ പ്രായമായ ആളുകളാണ് ഇവിടെ കൂടുതലും വന്നത്. ചെറുപ്പക്കാരായ ആളുകളെ എങ്ങനെ നമുക്ക് കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ സാധിക്കും? അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം. നാട് വിട്ടുപോകുന്ന ചെറുപ്പക്കാരെ കുറെ പേരെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് കർഷകരെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിച്ച് യുവജനങ്ങളെ ഇവിടെ നിർത്താനുള്ള പരിപാടികൾ, നമ്മുടെ കാർഷിക മേഖലയിൽ പിടിച്ചു നിർത്താനുള്ള പദ്ധതികൾ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് ഇവിടെ സ്ഥിരമായിട്ടുള്ള ഒരു കാർഷിക മേഖല അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന ഈ തലമുറയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കിവിടെ ക്രിയശേഷി നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയാണ്. അപ്പൊ പുതിയ തലമുറ ഇതിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ ഈ തരുണത്തിൽ അതുപോലെ ഗവൺമെന്റിന്റെ തലത്തിലും എല്ലാം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഇവിടെ നടന്ന ഏതൊക്കെയാണ് പരിപാടികൾ വളരെ നല്ലതായിരുന്നു. കർഷകർക്ക് പുതിയ അറിവ് നൽകി. പ്രത്യേകിച്ച് മഞ്ജുമാടത്തിന്റെ ക്ലാസ് വളരെ പ്രോത്സാഹനമായിരുന്നു. പ്രത്യേകിച്ച് മഞ്ജുമാടത്തിന്റെ പ്രത്യേക ഏവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.